السلام عليكم ورحمة الله وبركاته. الحمد وعليكم لله السلام. حمدا كثيرا طيبا مباركا كما يحب ربنا ويرضاه. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى تدبر القرآن. ഖുർആനെ കുറിച്ചുള്ള ചിന്ത, മനനം, ഗ്രഹണം, പഠനം ഇതിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഖുർആൻ മനസ്സിലാകണമെങ്കിൽ ആദ്യം അതിൻ്റെ പദങ്ങളെക്കുറിച്ച് നമുക്കറിയണം. രണ്ടാമത് അതിൻ്റെ പദങ്ങൾ തമ്മിലുള്ള ബന്ധമറിയണം. അത് കഴിഞ്ഞ് അതിൻ്റെ വാക്യം അറിയണം. അതും കഴിഞ്ഞിട്ടാണ് പിന്നീട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത്. ആ ഒരു ഘടനയിലാണ് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഖുർആനിന് പുറമേ നിന്നുകൊണ്ട് ഒരു വ്യാഖ്യാനം പറഞ്ഞ് ശീലിച്ചിട്ട് കാര്യമുണ്ട് എന്ന് തോന്നില്ല. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാകും എന്നതൊഴിച്ച് നമുക്ക് യഥാർത്ഥ വിജ്ഞാനം എന്ന് പറയുന്നത് ഖുർആനിൽ നിന്നുള്ള വിജ്ഞാനം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതൊരു സ്ഥാപനവും അതിന്റെ അടിസ്ഥാനം ഖുർആനിലേക്ക് മുടക്കാത്തിടത്തോളം കാലം അവരുടെ അധ്യാപനത്തെ കുറിച്ച് നമുക്ക് ആകേണ്ടതില്ല. ഒരിക്കലും ഉമർ അള്ളാഹുവിന്റെ അടുക്കല് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉമറെ, എനിക്ക് താങ്കൾക്ക് അള്ളാഹ് തന്ന അധികാരത്തിൽ നിന്ന് എനിക്ക് കുറച്ച് അധികാരം തരണം. പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും പോസ്റ്റ് നിയമിക്കണം എന്നല്ല, ഗവർണറോ അതുപോലുള്ള സംഘങ്ങളിലൊക്കെ എന്തെങ്കിലും നിയമിക്കണം. അദ്ദേഹം ചോദിച്ചാൽ എന്താണെന്ന് അറിയാമോ? ഉമറുല്ലാന്ന് പറഞ്ഞു, നിന്റെ ഇടയ്ക്ക് എന്താ ഉള്ളത്? ഖുർആനിൽ നിന്നും എന്തുള്ളത് നിന്റെ ഇടയ്ക്കുള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ കാര്യമായിട്ടൊന്നും ഖുർആനെ കുറിച്ച് എനിക്കറിയില്ല, ഞാനൊന്നും ഖുർആൻ പഠിച്ചിട്ടില്ല. ഖുർആൻ മനപ്പാഠത്തെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. അവര് അറബികളാകുമ്പോൾ പിന്നെ ഖുർആൻ ഗ്രഹിക്കുക എന്നതിനെ കുറിച്ച് വിഷയം വരും. ഖുർആൻ മനപ്പാഠം ആണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇത് ചുമതല ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഞാൻ ഖുർആൻ പഠിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. കുറെ നാളുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കണ്ടില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ട് പോയ ആളെ കണ്ടെത്തണമല്ലോ, എന്താണ് അയാളുടെ അവസ്ഥയെന്ന് അറിയാൻ വേണ്ടി അയാളെ അന്വേഷിക്കാൻ വേണ്ടി കണ്ടെത്താൻ വേണ്ടി ആളെ ചുമതലപ്പെട്ടു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അയാളെ കണ്ടെത്തി ഉമർ റളിയല്ലാഹു അടുക്കൽ ഹാജരാക്കി. അപ്പൊ നീ എന്താണ് ഖുർആൻ പഠിച്ചിട്ട് വരാന്ന് പറഞ്ഞ് പോയതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഖുർആൻ പഠിച്ചു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി എന്നെ ഇതൊന്നും ഏൽപ്പിക്കാൻ പറ്റിയ ആളല്ല. അപ്പൊ എവിടെ തുടങ്ങണം നമ്മള്? ഖുർആൻ തുടങ്ങണം. വ്യാഖ്യാനമല്ല, സ്ഥിരീകരണമല്ല, ഗ്രന്ഥപഠനമല്ല, ഖുർആൻ പഠനം, അൽ കിതാബ്. ഓക്കെ, നമ്മൾ അവസാനം പഠിച്ചു നിർത്തി എന്തായിരുന്നു? വ്യാകരണത്തിൽ, ഗ്രാമറുകാരാണ് നേരത്തെ വന്നിരിക്കുന്നത്. ഇലാഫത്ത്. അൽ ഇലാഫത്തു, അൽ ഇലാഫത്ത് അല്ല, വേറെ എന്താ പറഞ്ഞായിരുന്നു? സിഫത്ത്. വിശേഷണം. അന്യായത്വം എന്നാണ് അതിന്റെ ടെക്നിക്കൽ വാക്ക്. സിഫത്ത് എന്ന വിശേഷണം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ സിഫത്ത് എന്ന് പറയുന്നതാണ്. ന്യായത്വം എന്നാണ് ഗ്രാമറിൽ അതിന്റെ പേര്. അപ്പോ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധം, ആ രണ്ട് പദങ്ങൾ തമ്മിൽ ഇലാഫത്തിലൂടെ ബന്ധപ്പെടാം. അതായത് ഒന്ന് നിന്റെ എന്ന് പറയാം, അതല്ലെങ്കിൽ അതിന്റെ കുറിച്ചുള്ള വിശേഷണം, അങ്ങനെയുള്ളതായ ഇത് എന്ന് പറയുന്നു. അതിനെ കുറിച്ചാണ് പറഞ്ഞത്. സിഫത്ത് എന്നാണ് നമ്മൾ ഹെഡിങ് കൊടുത്തത്, പക്ഷെ ന്യായത്വം എന്നാണ് അതിന്റെ ശരിയായ നാമം. നിയായത്ത്. സിറാത്തുൽ മുസ്തഖീം. അല്ലാതെ ടെക്നിക്കൽ വാക്കിലൊന്നും നമ്മൾ കാര്യമില്ല. ടെക്നിക്കൽ വാക്കിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ശരിക്കും, അതായത് അന്നത്തെ കാലത്ത് ഇതിന്റെ പേരൊന്നും ആർക്കും അറിയില്ലല്ലോ. പിൽക്കാലത്താണ് ഗ്രമേറിയന്മാർ നിലവിൽ വന്നത്. പൂർവ്വകാലത്തും ഗ്രമേറിയന്മാരുണ്ടായിരുന്നു, പക്ഷെ പിന്നീടാണ് ഇതെല്ലാം ഇങ്ങനെ. നമ്മൾ തയ്യീ എന്നൊക്കെ പറഞ്ഞ് ജസരിയ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നത് അന്നുണ്ടായിരുന്നില്ല. അന്ന് ഖുർആൻ ഉണ്ടായിരുന്നു. ഖുർആൻ ആളുകൾ എന്ത് ചെയ്യുന്നു? നല്ല നീയത്തോട് ഖുർആൻ വായിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് ജീവിക്കുന്നു. അതാണ് ഖുർആൻ പഠനം. അതിന്റെ ഉപരിപ്ലവമായ മനോഹാരിതയിലേക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് ആൾക്കാരെ ആകർഷിക്കാം എന്നതിനപ്പുറം
ഖുർആന്റെ ഡെപ്തിലേക്ക് പോകണം, ആഴത്തിലേക്ക് പോകണം. അതിന്റെ ഒരു പ്രഥമ പടിയാണ് നമ്മൾ. നമുക്ക് ആഴത്തിലേക്ക് പോകാൻ പറ്റുമോ നമ്മൾ പറയുന്നില്ല. പ്രഥമ പടി, ആഴത്തിലേക്കുള്ള ഒരു പോക്കുണ്ട് എന്ന് പറയുകയാണ്. ശരിക്ക് പോകുന്നത് ആരാ പോകേണ്ടത്? പോകുന്ന ആളാ പോകേണ്ടത്. അല്ല നമ്മളിവിടെ നിന്നിട്ട് പറഞ്ഞിരിക്കില്ല ആഴത്തിലേക്ക് പോകണം, അവിടെ നിങ്ങൾക്ക് രത്നവും വൈഢൂര്യവും കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അയാളവിടെ പോയി രത്നവും വൈഢൂര്യവും കണ്ടെത്തിയെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ കരയിൽ നിന്ന് പറയുന്ന ആൾക്ക് ഒന്നും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അവിടെ ഉണ്ടാവും രത്നം, അവിടെ വൈഢൂര്യം ഒക്കെ ഉണ്ടാകും, മുത്ത് പവിഴമൊക്കെ ഉണ്ടാകും എന്നേ പറയാൻ പറ്റൂ. അപ്പൊ അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് തമ്മിലുള്ള ബന്ധം നാമവും നാമവിശേഷണമാണ്, സിഫത്ത് അല്ലെങ്കിൽ നഅത്താണ്. അസ്സിറാത്ത് അൽ മുസ്തഖീം. അപ്പൊ അൽ മുസ്തഖീമായതായ സിറാത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നാണ് പറയുന്നത്. ഇതിന്റെ വിശേഷണമാണ്. അതെ, സിഫത്തിന്റെ സിറാത്തിന്റെ വിശേഷണമാണ് അൽ മുസ്തഖീം. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വേറൊരു സംഗതിയാണ് നാമാന്ത്യത്തിൽ കസ്ർ വരുന്ന സന്ദർഭം. നാമങ്ങളുടെ അന്ത്യത്തിൽ കസ്ർ വരുന്ന സന്ദർഭം അത് നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. ലീ മിൻ അൻ മഅ, ആദ്യം അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിപ്പിക്കുന്നതാണ്. ലീ മിൻ അൻ മഅ, ആദ്യ പാഠങ്ങൾ. ലീ മിൻ അൻ മഅ ബി ഫി അല ഇല. ഇത് ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് ഈ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയാണ്. പക്ഷെ അന്ന് പറഞ്ഞു തരില്ല ഇത് എന്താണെന്ന്. പിന്നീടാണ് പറയുന്നത് ഇതിന് ശേഷം വന്നാൽ അതിന് കസ്ർ കൊടുക്കണം. ഇതിൽ വേറെ ഒരുപാട് വിശദീകരണമൊന്നുമില്ല. ഇത് കണ്ടാൽ ഇതിന് ശേഷം വരുന്ന നാമത്തിന് കസ്റായിരിക്കും ഉണ്ടാവുക. ഇതാണ് അടിസ്ഥാനപരമായ നിയമം. പിന്നെ കെസർ അങ്ങനെ കെസറിന്റെ രൂപത്തിൽ കൊടുക്കണോ അല്ല വേറെ ഏതെങ്കിലും രൂപത്തിൽ കൊടുക്കണോ എന്നുള്ളതാണ് വേറെ വിഷയം. അത് പിന്നീട് വരും. ലീ മിൻ അൻ മഅ ബി ഫി അല ഇല, ഇതാണ് ഒന്നാമത്തെ ടീം. രണ്ടാമതൊരു ടീമും കൂടെ ഉണ്ട് നമുക്ക്. അതെന്താണ്? വ ഹത്ത ക, വാവുൽ ഖസം, സത്യം ചെയ്യാനുള്ള വ. പിന്നെ ഹത്ത മത്ലഇൽ ഫജ്റിന്റെ ഹത്ത. പിന്നെ വ ഹത്ത ക, ക അസ്ഫിൻ മഅ്കൂലിന്റെ ക. ഇങ്ങനെ മൂന്നെണ്ണം കൂടി ഉണ്ട്. അതൊക്കെയാണെന്ന് പറയാമോ? ആദ്യം പറഞ്ഞ 8 എണ്ണം. ലീ മിൻ ബി ഫി അല ഇല. ബി ഫി അല ഇല. ഓക്കെ, ഇന്നലെ പറഞ്ഞേ. ലീ മിൻ അൻ മഅ ബി ഫി അല ഇല. ഓക്കെ, അതിന്റെ കൂടെ ആഡ് ചെയ്ത് പിന്നെ ഏതൊക്കെയാണ്? വ ഹത്ത ക, മൂന്നെണ്ണം. വ ഹത്ത ക. വ ഏത് വായാണ്? സത്യം ചെയ്യാനുള്ളതാണ്. ഹത്ത ഏതുപോലെ? ഹത്ത ഏതുപോലെ? ക ഏതുപോലെ? ബാക്കിയെല്ലാം നമ്മൾ 8 എണ്ണം പഠിച്ചിട്ടുണ്ട്. അപ്പൊ 8 3 11 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കെസ് വരുന്ന പദങ്ങൾ. വേറെ ചില പദങ്ങളുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 19 പഠിക്കുന്നത്. പക്ഷെ 19 പഠിച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏത് ഉറക്കത്തിന് വിളിച്ച് ചോദിച്ചാലും പറയാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡൻസ്. ഓക്കെ ആണോ? 11 ഏതൊക്കെയാണ്? ലീ മിൻ അൻ മഅ ബി ഫി അല ഇല വ ഹത്ത ക. ഷറഫു ഏതൊക്കെയാണ്? ലീ മിൻ മഅ അൻ, ലീ മിൻ അൻ മഅ. അന്ന് പഠിക്കാത്തതിന്റെ കുഴപ്പമോ? പിന്നെ വ ഹത്ത അല്ല, ലീ മിൻ അൻ മഅ ബി ഫി അല. പിന്നെ അപ്പൊ അവസാനം പറഞ്ഞ മൂന്നെണ്ണം. വ ഏതുപോലെ? വൽ അസ്രി പോലെ. ഹത്ത ഏതുപോലെ? ക ഏതുപോലെ? തയ്യിബ്. ജംഷി ഈ പെണ്ണുങ്ങളുടെ സ്വരം മാത്രം കേൾക്കുമ്പോൾ ആൾക്കാർ ഓക്കെ അപ്പൊ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളെന്ന് വിചാരിക്കും. അതുകൊണ്ടാ. അല്ല ഇപ്പൊ സൈഡിൽ ആയതാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട്. ചോദ്യം ഈ കസർ വരുത്തുന്ന പദങ്ങളല്ലേ? അതെ. ഈ അല ക്രമത്തിൽ പറയാം. ഞാൻ പറഞ്ഞു തരുന്ന ക്രമത്തിൽ. ലീ മിൻ അൻ മഅ. എല്ലാവരും ഒരേപോലെ പഠിച്ചത് ഒരേപോലെ ഇരിക്കും. ലീ മിൻ അൻ മഅ. പിന്നെ ബി ഫി അല ഇല. ബി ഫി അല ഇല. ബി ഫി അല ഇല.
പിന്നെ വ ഹത്താക്ക. وحتاك വാ ഏതുപോലെ? والفجر ആദ്യത്തെ വൽ വല്ലഫിരി ഫജിരി കെസർ പറയണം കേട്ടോ. വൽ والفجر ഫജിരി إنلين വൽ ഫജിരി വലയാലിൻ അശ്ർ. അതേപോലെ ഹത്ത ഏതുപോലെ? മത്തലഅൽ حتى ഫജ്ർ. حتى مطلع الفجر. ഓക്കെ സൈദു സാഹിബ് ഓക്കെ ആണോ? يا اوكي ان شاء ഏതൊക്കെയാണ് الله. കെസർ വരുന്ന പദങ്ങൾ? لي من عما بي في على الى وحتى كا. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഓക്കെ. അപ്പൊ ഈ പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങൾ പെട്ടെന്ന് പറയും. കാരണം അവരെന്തുകൊണ്ട് എന്ന് ചോദിച്ചാല് കുറേ മെനക്കെട്ട് പഠിച്ചു വന്നവരാ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പറയും. പുരുഷന്മാർ പഠിച്ചില്ലെന്നല്ല, പുരുഷന്മാർ പഠിക്കുന്നവരുണ്ട്. ഇപ്പൊ ഈ ശബ്ദം നമ്മൾ പറഞ്ഞാൽ വേറെ ആരും കേട്ടാലും മോശമാണെന്ന് വിചാരിക്കും. മോശമാവണ്ട കേട്ടാ, എല്ലാരും പഠിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ നമ്മള് ഇനി അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ലി വന്നാൽ ലി റബ്ബിക റസൂലുൻ മിനല്ലാഹി, മിൻ വന്നാൽ മിനല്ലാഹി ലി മിൻ. അതേപോലെ അൻ വന്നാൽ അനിസ്സാഅതി യസ്അലൂനക അനിസ്സാഅതി. അതേപോലെ ഫഇന്ന മഅൽ ഉസ്രി ലി മിൻ അൻ മഅൽ ഉസ്രി. അതേപോലെ ബീഫി അലാക്കി ഇവിടെ ലി വന്നിടത്ത് അൽഹംദുലില്ലാഹി മിൻ ഷർരി. ഇതിനകത്ത് 2 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അൻ സ്വലാത്തിഹിം. അപ്പൊ അൻ സ്വലാത്തിഹിം എന്ന് പറയാൻ കാര്യം എടുത്തു കൊടുക്കാൻ കാരണം കെസർ വരുത്തുന്നത് ആ പദത്തിന്റെ അവസാനത്തിലാണ്. അതായത് നാമത്തിന്റെ അന്യ അല്ലെങ്കിൽ കെസർ വരുത്തുന്ന പദങ്ങളുടെ ശേഷം വരുന്ന നാമത്തിനാണ് കെസർ കൊടുക്കുന്നത്. അപ്പൊ അൻ സ്വലാത്തിഹിം എന്ന് വന്നിടത്ത് അന്നിന് ശേഷമുള്ള നാമം ഏതാണ്? സ്വലാത്താണ്. അപ്പൊ ആ സ്വലാത്തിനാണ് കെസർ കൊടുക്കേണ്ടത്. അല്ലാതെ സ്വലാത്തി ഹിം എന്ന് പറഞ്ഞ പദത്തിന്റെ അവസാനം ഹിമി എന്ന് പറഞ്ഞിട്ട് ഹും എന്ന് പറഞ്ഞിട്ട് ഹിമ്മിന് കെസർ കൊടുക്കാൻ എന്താന്ന് ചോദിക്കും. അതിന് ശേഷം വരുന്ന നാമത്തിനാണ്. അതേപോലെ ഫസല്ലി ലി റബ്ബിക ഏത് നാമത്തിനാണ് കൊടുക്കേണ്ടത്? റബ്ബ് എന്ന നാമത്തിനാണ്, അല്ലാതെ കായ്ക്കല്ല. ഓക്കെ. അപ്പൊ ലീമിനൽ അടുത്തത് ബീഫി അല ഇല ബിസ്മി ഇല്ലാഹി ബിസ്മി ഔദു ബി റബ്ബി ഫി ജീദി ഹ. ജീദിനാണ് കെസർ കൊടുക്കേണ്ടത്. ജീദി ഫി ജീദി ഹ. അതേപോലെ ഫി സുദൂരി നാസി അല അല തുആമിൽ മിസ്കീൻ അല റജഇഹി ഇന്നഹു അല റജഇഹി. റജഇനാണ് കെസർ. ഹി പിന്നെ വേറെയാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബിലി. ഇല ഒന്നുണ്ട് ഇബിലി. അതേപോലെ ഇല സമാഇ. ഓക്കെ. പിന്നെ ഉള്ളത് അൽ ജുംലൽ ഫിഅലിയയിലേക്ക് പോവാണ്. നമ്മൾ തദബ്ബർ തുടങ്ങാനുള്ള സമയം 5 മിനിറ്റ് കഴിഞ്ഞു. അതായത് ജുംല ഫിഅലിയയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് പോകാം. ജുംലത്തുൽ ഫിഅലിയ മീൻസ് ക്രിയാവാക്യം. മറ്റേതൊക്കെ നമ്മള് ഇപ്പൊ പ്രിലിമിനറി 2 പഠിപ്പിക്കുന്നത്. ഈ കെസർ വരുന്ന പദങ്ങളൊക്കെ പ്രിലിമിനറി 2 പഠിക്കാൻ കൊടുത്തിരിക്കുക. അപ്പോ അത് കഴിഞ്ഞിട്ട് സിൽവറിലുള്ളതാണ് ഈ ക്രിയാവാക്യങ്ങൾ. ക്രിയാവാക്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയാണ് പലർക്കും സംശയമുണ്ടായിരുന്നത്. എനിക്ക് മനസ്സിലായി ഇവിടെയാണ് സംശയമുള്ളത്. പക്ഷേ ഞാനത് ഔപചാരികമായിട്ട് തുടക്കം മുതൽ പറഞ്ഞതേ ഉള്ളൂ. ക്രിയാവാക്യത്തിലാണ് പലർക്കും സംശയമുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. കുറച്ചു നേരം മിണ്ടായിരിക്കുക, പിന്നെ പറയാം. ഇതിന്റെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റില് തലപ്പുറം കഴിഞ്ഞിട്ട് ശേഷം പറയാം. ഓക്കെ. കെസർ വരുന്നതിൽ ആർക്കും സംശയം ഉണ്ടോ? ഇല്ല. നസ്റുല്ലാഹി. അപ്പൊ ജാ എന്നത് ഫിഅൽ, ഒരു ക്രിയയാണ്. ഫിഅൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ഒരു അപ്പൊ നമ്മള് ക്രിയ എന്ന് പറഞ്ഞാൽ മരണാനന്തര ശേഷക്രിയ അല്ല. അതേപോലെ പൂജാകർമ്മക്രിയ ഒന്നുമല്ല. ക്രിയ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അതായത് ഒരു നിശ്ചിത സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു നിശ്ചിത സമയത്ത് നടന്നതായി സൂചിപ്പിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം. ഒരു സമയബന്ധിതമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ഗ്രാമറിൽ ക്രിയ. ഇംഗ്ലീഷിൽ വെർബ് എന്ന് പറയും. പിന്നെ വെർബിന് ഇംഗ്ലീഷിൽ പോകുമ്പോഴത്തേക്ക് പിന്നെ വേറെ വിശദീകരണമൊക്കെ വരേണ്ടി വരും. ഇൻഫിനിറ്റീവും മൻഫിനിറ്റിയും ഒക്കെ വരും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അറബി ഭാഷയിൽ പറയുമ്പോൾ
സമയബന്ധിതമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. ക്രിയ. അപ്പോ സമയബന്ധിതം എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്നതാണോ, ഇന്ന് ഇപ്പോൾ നടക്കുന്നതാണോ, നാളെ നടക്കാൻ പോകുന്നതാണോ, ഇതാണ് സമയബന്ധിതം എന്ന് പറയുന്നത്. ഒരു ക്രിയ എന്ന് പറഞ്ഞാൽ ആ ക്രിയ കേട്ടാൽ ഈ മൂന്നിൽ ഒരു ഐഡിയ അവിടെ വരണം. ഇന്നലെ നടന്നതാണോ, ഇപ്പം നടക്കുന്നതാണോ, നാളെ നടക്കുന്നതാണോ. അപ്പൊ അതാണ് ഭൂതകാലം, കഴിഞ്ഞ കാലം, മാമി, പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ മുതാരി കേട്ടോ, മുതാരി അല്ല ഹാല് ഇപ്പോഴത്തെ അവസ്ഥ, മുസ്തഖ്ബൽ. അപ്പൊ ഈ ഗ്രാമറിന്റെ ടെക്നിക്കൽ ടെർമിനോളജി പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് ഞാൻ അത് പറയുന്നു. ചില ആൾക്കാർ ഇങ്ങനെ കുത്തിയിരുന്ന് ഇതൊക്കെ പഠിക്കുക, കുത്തിയിരുന്ന് അതൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ പ്രായോഗികമായ മീനിങ് പഠിക്കുക. അത് നമ്മളെ ഭാഷയിൽ പഠിച്ചാലും മതി. ഇപ്പോൾ നടക്കുന്നത് ഹാല്. പിന്നെ ഭാവിയിൽ വരുന്ന ഒരു സംഭവമുണ്ട്, ഭാവി. അപ്പോ ഒന്നിൽ നടന്നു കഴിഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ നാളെ നടന്നതായിരിക്കും. ഈ ഇതിന് സമയത്തെ മൂന്നാലൊരു സമയത്തെ സൂചിപ്പിക്കുന്ന അടയാളം അവിടെ ഉണ്ടാകണം. ഇതാ ജാ എന്ന് പറഞ്ഞ് വന്നു. അപ്പൊ നമുക്ക് ഉറപ്പായി നടന്നു കഴിഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത്, ആണല്ലോ. അപ്പൊ അപ്പൊ ഒരു ക്രിയ വന്നു കഴിഞ്ഞാൽ ആ ക്രിയയുടെ കർത്താവ് വേണം. ആ ക്രിയയ്ക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ അടയാളങ്ങളുണ്ടാവും. ക്രിയ നമ്മൾ പഠിച്ചു, ഫതഹ മുതൽ ഇസ്തഗ്ഫറ വരെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 17 ഗ്രൂപ്പ് പഠിച്ചു. അതിൽ പിന്നെ കുറെ അണ്ടർസ്റ്റാൻഡ് പറയാൻ കുറെ ഭാഗം പഠിച്ചപ്പോഴത്തേക്ക് പിന്നെ വേറെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഫതഹ മുതൽ ഇസ്തഗ്ഫറ വരെയുള്ള 17 ഗ്രൂപ്പുകളും അതിനെ തുടർന്നുണ്ടായ കുറെ അധികം, നിങ്ങൾ ആ ക്രിയകളൊക്കെ പഠിച്ചോണ്ടല്ലോ, നിങ്ങൾ എടുത്ത് നോക്കിയാൽ പുതിയ സിലബസിൽ കുറെ കൂടി അടുക്കും ചിട്ടയായിട്ട് കൊടുത്തിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു, അത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചത്. ഏത് സിലബസ് എടുത്ത് നോക്കിയാലും ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് കാണാൻ പറ്റും. അത് പഠിച്ചു കഴിഞ്ഞില്ല. അപ്പൊ ക്രിയയ്ക്ക് അതിൻ്റെതായ ഘടനയുണ്ട്. അത് കഴിഞ്ഞാൽ ക്രിയയുടെ ഡുവർ, ആര് പ്രവർത്തിച്ചു, വന്നു. അത് എന്നൊരു പ്രവൃത്തിയാണ്. അത് ആര് പ്രവർത്തിച്ചു എന്ന നാമത്തിന് വമ്മത്ത് വേണം. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് വമ്മത്ത് വേണം എന്നാണ്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്നത് ഒരു ക്രിയയാണ്. അത് ക്രിയയാണെന്ന് എങ്ങനെ മനസ്സിലായി? അത് നടന്നു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. വന്നു, നടന്നു കഴിഞ്ഞതാണ്. ഉദാഹരണത്തിന് ശേഷം നസ്റുൻ, സഹായമാണ്, അതൊരു ക്രിയയാണോ? ചോദ്യത്തിന് മാത്രമേ ഉത്തരം പറയാവൂ. പയറാണോ എന്ന് ചോദിക്കുമ്പോൾ അരിയാണോ എന്ന് പറയുന്നു. നസ്ർ എന്ന് പറയുന്നത് ക്രിയയാണോ? എന്തുകൊണ്ട് ക്രിയ അല്ല? സഹായം എന്ന് കേട്ടപ്പോൾ എപ്പോൾ നടന്നു എന്ന് മനസ്സിലാകുന്നില്ല. മനസ്സിലായില്ലേ? ഇതാണ് അറബി ഭാഷയിലെ ക്രിയ. വേറെ ഏതെങ്കിലും ഭാഷയിലേക്ക് പോകും, പിന്നെ അത് വെർബ് ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ അർത്ഥത്തിലേക്ക് പോകും. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മളെന്താണ്, ക്രിയ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ക്രിയ ആകണമെങ്കിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കാലത്തെ സൂചിപ്പിക്കണം. അപ്പൊ നസ്റിൻ, സഹായം എന്ന് പറഞ്ഞാൽ എന്ന് നടന്നു, ഇന്ന് നടക്കുന്നതാണോ, ഇന്നലെ നടന്നതാണോ, വരാൻ പോകുന്നതാണോ അറിയില്ല. ആ വാക്കിൽ നിന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അത് ക്രിയയല്ല, നൗണാണ്. ഓക്കെ. അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ വന്നു, അത് ചെയ്ത ആള് നസ്റാണ്. ആര് വന്നു? നസ്ർ വന്നു. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, എന്നത് ഒരു ക്രിയയാണ്. ആ ക്രിയ കണ്ടാൽ ആ ക്രിയയോട് നമ്മൾ ചോദിക്കും, ഹൂ, ആര്, അല്ലെങ്കിൽ എന്ത്. വന്നു, ഉടനെ ചോദിക്കണം, ആര് വന്നു? സഹായം വന്നു. ആ സഹായത്തിന് എന്തുണ്ടാവും? അവസാനം ലമ്മത്തുണ്ടാവും. ഓക്കെ. അപ്പൊ കാല നൂഹൻ, കാല പറഞ്ഞു. ആര് പറഞ്ഞു? കാല എന്ന വാക്ക് കേട്ടപ്പോൾ നമുക്ക് നടന്നു കഴിഞ്ഞതാണോ, നടക്കുന്നതാണോ, നടക്കാൻ പോകുന്നതാണോ എന്ന് മനസ്സിലായോ? നടന്നു കഴിഞ്ഞതാണ്. കാല പറഞ്ഞു, നടന്നു കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് അയാളോട്, കാല പറഞ്ഞു, ആര് പറഞ്ഞു? നൂഹ്. അതിനുള്ള അമ്മുണ്ടാവും. യഖ്റുജു മിൻഹുൽ മാ. അപ്പൊ ജാഅയും കാലയും നടന്നു കഴിഞ്ഞ ക്രിയയാണ്. ഉദാഹരണം തന്നത് യഖ്റുജു മിൻഹുൽ മാഉ. അപ്പൊ ചിലപ്പോ ചില ക്രിയയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവില്ല. ജാഅയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അതിന്റെ കർത്താവ്. കാലയുടെ തൊട്ടടുത്ത് തന്നെ നൂഹുണ്ട്. യഖ്റുജുവിന്റെ ഒരു വാക്ക് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്.
യഹ്റുജു കഴിഞ്ഞിട്ട് ഒരു വാക്കുണ്ട് മിൻഹു. മിൻഹു. ആ ലമ്മ അല്ല കേട്ടോ. അതെന്താണ് മിൻഹു ഒരു മിൻഹു എന്നത് അത് വേറെ സംഭവമാണ്. യഹ്റുജുവിന്റെ കർത്താവ് ഏതാണ്? അതിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്നാണ്. കർത്താവ് എന്ന് മലയാളത്തിൽ പറയും, സബ്ജക്റ്റ് എന്ന് ഇംഗ്ലീഷ് പറയും. അത് പ്രവൃത്തി ചെയ്ത ആള് മാ ആണ്. യഹ്റുജു പുറത്തു വരുന്നു അല്ലെങ്കിൽ പുറത്തു വരും. അപ്പൊ നമുക്ക് മനസ്സിലായി അതൊരു ക്രിയയാണ്. ഇപ്പോൾ നടക്കുന്നതിനെ കുറിച്ചോ ഭാവിയിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ചോ ആണ് പറയുന്നത്. യഹ്റുജു പുറത്തു വരും, മിൻഹു അതിൽ നിന്നും അൽ മാ ഉ. അപ്പൊ എന്തുണ്ട്? അൽ യഹ്റുജു എന്ന ക്രിയയുടെ കർത്താവ് അൽ മാ ഉ എന്നതാണ്. അതിനുള്ള അമ്മത്ത് അടയാളമായിട്ടുണ്ട്. അപ്പൊ യഹ്റുജു അപൂർണ ക്രിയയാണ്. അതിന്റെ കൂടെ അതിന്റെ കർത്താവിനെ സൂചിപ്പിക്കുന്ന മാ ഉണ്ട്. ഖാലത് ഇംറഅത്തുൽ അസീസി. ആദ്യത്തെ വാക്ക് മാത്രം പറഞ്ഞ് എങ്ങനെ പറയും? കാലത്ത്. കാലത്ത് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞെന്ന് പറയാൻ കാരണം ഇംറഅത്താണ് പറഞ്ഞത്. കാലത്തിന്റെ കർത്താവ് ആരാണ്? ഇമ്രാത്ത്. ഇംറഅത്ത്. ഇംറഅത്ത്. അപ്പൊ ഇംറഅത്ത് എന്തുണ്ട്? ലമ്മത്തുണ്ട്. അപ്പൊ കാലത്ത് ഒരു വാക്ക് കേട്ടു, പറഞ്ഞു. ആര് പറഞ്ഞു? ഇംറഅത്ത്. ലമ്മ്. പിന്നെ ഇംറഅത്ത് ഏതാണ്? ഇംറഅത്ത് എന്നുള്ളത് ഇംറഅത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ. അപ്പൊ അത് വേറെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്? കാലത്ത് എന്നൊരു ക്രിയ കണ്ടാൽ അതിന് കർത്താവ് ഉണ്ടോ ഇതെന്ന്. ഓക്കെ. അപ്പൊ നേരത്തെ ഇവിടെ കാലത്ത് എന്ന് പറഞ്ഞത് ക്രിയ സ്ത്രീലിംഗ ക്രിയയാണ്. സ്ത്രീലിംഗ ക്രിയയ്ക്ക് ഉദാഹരണമാണ്. ഇംറഅത്തു സ്ത്രീയാണ്. യഖ്തറബത് അസ്സാഅത്തു ചേർത്ത് പറയുമ്പോൾ യഖ്തറബത് ഇസ്സാഅത്തു. യഖ്തറബത് അടുത്തു വന്നു, സമീപസ്ഥമായി. അപ്പൊ എന്താണ്? നടന്നു കഴിഞ്ഞ ഒരു ക്രിയയാണ്. അസ്സാഅത്തു എന്താണ് അത് വന്നത്? അസ്സാഅത്തു അടുത്തു വന്നത് അന്ത്യനാൾ. അസ്സാഅത്തു സ്ത്രീലിംഗമായതുകൊണ്ട് യഖ്തറബത് എന്ന സ്ത്രീലിംഗ ക്രിയ ഉപയോഗിച്ചു. യഖ്തറബത്തിന്റെ കർത്താവാണ് അസ്സാഅത്തു, അതുകൊണ്ട് അതിന് ലമ്മത്ത്. ആമനത്ത് ത്വാഇഫത്തുൻ. ആമനത്ത് വിശ്വസിച്ചു. ആര് വിശ്വസിച്ചു? ത്വാഇഫത്തുൻ, ഒരു കൂട്ടം ആൾക്കാർ. അൽ ബഖറയിൽ വരുന്നതാണ്. അല്ല, അൽ ബഖറയില്ല. ആമനത്ത് ത്വാഇഫത്തുൻ ബനി ഇസ്രായേൽ വകഫറത് ത്വാഇഫ. അസ്സഫ്. അലിമത്ത് നഫ്സുൻ. അലിമത്ത്. അപ്പൊ അലിമത്ത് എന്നുള്ള വെർബാണ്. അറിഞ്ഞു. ആരറിഞ്ഞു? നഫ്സുൻ, ആത്മാവ്. അലിമത്ത് നഫ്സുൻ ഖദ്ദമത് വഅഖർ നമ്മൾ പഠിച്ചാണ്. അതേപോലെ മാ അഗ്ന അൻഹു മാലുഹു. മാ അഗ്ന ഇപ്പം നമ്മളെ പ്രവൃത്തി ചെയ്ത ആളാണ് നമ്മൾ നോക്കുന്നത്. ചില സമയത്ത് പ്രവൃത്തി ചെയ്യാത്ത ആളിന് ആരെന്ന് പറയും. മാ അഗ്ന പ്രയോജനം ചെയ്തില്ല. എന്ത് പ്രയോജനം ചെയ്തില്ല? മാല് പ്രയോജനം. അപ്പൊ മാ അഗ്ന എന്നതിന്റെ ക്രിയയുടെ കർത്താവ് മാല് എന്നതാണ്. ആ കർത്താവ് എന്ന് പറയുന്നത് ഗ്രാമറിന്റെ കർത്താവാണ്. കാരണം അവിടെ ഒന്നും നടന്നില്ല, പ്രയോജനം ചെയ്തില്ല എന്നാ പറഞ്ഞത്. പ്രയോജനം ചെയ്തില്ല. എന്ത് പ്രയോജനം ചെയ്തില്ല? മാല്. അപ്പൊ അതിന് ലമ്മത്തുണ്ടാവും. മാല് ആ നാമത്തിനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കസർ കൊടുക്കുന്നത് അതിന്റെ നാമത്തിനാണ്. അതേപോലെ ഒരു നാമമാണ് കർത്താവായി വരുന്നത്. മാലിന പ്രയോജനം ചെയ്തില്ല. എന്ത് പ്രയോജനം ചെയ്തില്ല? മാല് പ്രയോജനം ചെയ്തില്ല. അതുകൊണ്ടാണ് മാലിന് ലമ്മത്ത് കൊടുത്തത്. യൗമലാ തംലികു നഫ്സുൻ. ഉദാഹരണങ്ങളൊക്കെ വളരെ അളന്ന് മുറിച്ചതാണ് കേട്ടോ. ആദ്യം പുല്ലിംഗം പറഞ്ഞു, പിന്നെ സ്ത്രീലിംഗം പറഞ്ഞു, പിന്നീട് ഇതൊരു ആമനത് ത്വാഇഫത്തുൻ, അവിടെ ഒരു കൂട്ടം ആൾക്കാരാണ്. പിന്നെ അലിമത് നഫ്സുൻ. നഫ്സ് സ്ത്രീലിംഗമാണോ നമുക്ക് അറിയാൻ പറ്റില്ല, പക്ഷേ നഫ്സ് സ്ത്രീലിംഗമായിട്ടാണ് ഖുർആനിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കുക. അപ്പൊ അലിമത് നഫ്സുൻ. പിന്നെ പറഞ്ഞത് മാ അതിന പ്രയോജനം ചെയ്തില്ല. അപ്പൊ പണി ചെയ്യാത്തതിന്റെയും കർത്താവ് ഉണ്ടാവും. എന്ത് പണി ചെയ്തില്ല? ആര് പണി ചെയ്തില്ല എന്ന് വരും. മാഹന പ്രയോജനം ചെയ്തില്ല. എന്ത് പ്രയോജനം ചെയ്തില്ല? മാല് പ്രയോജനം ചെയ്തില്ല. അതിനാണ് നമ്മത്ത് കൊടുക്കുന്നത്. യൗമ ലാ തംലിക്കു, ഉടമപ്പെടുത്തുകയില്ല. ലാ തംലിക്കു, ഉടമപ്പെടുത്തുകയില്ല. ആര് ഉടമപ്പെടുത്തുകയില്ല? അപ്പോ ഒരു ക്രിയ വന്നാൽ ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ആ ക്രിയയുടെ കർത്താവ്. അതിനുള്ള അമ്മത്ത് അടയാളമായിട്ടുണ്ടാകും. ഓക്കെ.
ഉസ്താദെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഉം. ഇതാ ജാ എന്ന് പറഞ്ഞാൽ വന്നാൽ എന്നല്ലേ ഉസ്താദെ? അത് വേറെ വിഷയം. ഇവിടെ ജാഅയുടെ കർത്താവിന്റെ കാര്യമാണ് പറയുന്നത്. ഖുറാന്റെ അർത്ഥമാണ് പഠിക്കുന്നത്, വ്യാകരണമാണ് പഠിക്കുന്നത്. ഇതാ ജാ വന്നാൽ. പക്ഷേ ഇതാ എന്നത് നടന്നു കഴിഞ്ഞതാണോ വരാൻ പോകുന്നതിനെ കുറിച്ചാണോ പറയാ? വരാൻ പോകുന്നു. വരാൻ പോകുന്നതിനെ കുറിച്ചാണ്. വന്നു കഴിഞ്ഞത്. അതെ, ഇത് വരാൻ പോകുന്നതിനെ കുറിച്ചാണ്. ഭാവിയാണ്. പക്ഷെ എന്താണ്? ജാ എന്ന ക്രിയ എന്താണ്? മാവിയാണ്. വന്നു. അത് എന്തായിരുന്നാലും എന്താണ്? ക്രിയയാണല്ലോ. വരാൻ പോകുന്നതാണെങ്കിലും എന്താണ്? ക്രിയയാണ്. ആ ക്രിയക്ക് എന്ത് വേണം? കർത്താവ്. അപ്പൊ നിങ്ങളെ വിഷയം ഞാൻ മാവിയാക്കി പറഞ്ഞതുകൊണ്ടാണെന്നാണോ? അതല്ല, ക്രിയ അല്ലെന്നാണോ? എന്താണ് വിഷയം? അല്ല, വന്നാൽ എന്ന് പറയുമ്പോ നമുക്കൊരു കറക്റ്റ് സമയം, അത് കഴിഞ്ഞതാണോ ഇപ്പോ നടക്കുന്നതാണോ വരാൻ പോകുന്നതാണ്? ആണോ? അതെ. അപ്പൊ സംശയം തീർന്നോ? അപ്പൊ ചിന്തിച്ചാൽ സംശയം തീരും കേട്ടോ. ഇതാന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അലിഫ കൊണ്ട് നീട്ടി വെക്കുന്നതാണ്. വരാൻ പോകുന്ന ഭാവിയെ കുറിച്ചാണ് പറയുന്നത്.